അപ്പോൾ ഒന്നാമത്തെ ഗുണ്ട അദ്ദേഹം ആയിരിക്കും, അല്ലെങ്കിൽ രണ്ടാമത്തെ ഗുണ്ട ഞാനായിരിക്കും. ഇത് ഏത് ഗുണ്ടയെ പറ്റി അദ്ദേഹം പറയുന്നത് എനിക്കറിയില്ല. എന്തായാലും ഞങ്ങളെല്ലാം കൂടെ ചേർന്ന് ഈ ആലപ്പുഴ ജില്ലയിലെ പാർട്ടി നയിക്കുന്നത്. അതിനകത്ത് അതേ ഒരു ഗുണ്ട അതേ അല്ലെങ്കിൽ അതേ അങ്ങ് പോയി, അത്രയല്ലേ വിഷയമുള്ളൂ. അതല്ലേ വിഷയമുള്ളൂ. ഇനി ബാക്കിയുള്ള ഗുണ്ടകൾ നയിക്കട്ടെ. ഇപ്പൊ ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉള്ള ഗുണ്ടകളെ വെച്ചാൽ നയിക്കാൻ പറ്റും. ഇപ്പൊ ഞാനും ആദറും സുജാതയൊക്കെ ചേരുന്ന ഉള്ള ഗുണ്ടകളാണ്. ആ ഗുണ്ടകളെ വെച്ചിട്ട് നയിക്കാൻ പറ്റും. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? ഞങ്ങളുടെ ഗുണ്ടകളെ ഞങ്ങൾ ആരെയും വളർത്തിയിട്ടില്ല. പൊളിറ്റിക്കൽ ഗുണ്ടകളെ, രാഷ്ട്രീയ ഗുണ്ടകളെ വളർത്തുന്ന ജോലിയല്ല CPM ആലപ്പുഴ ജില്ലാ നേതൃത്വം. ഞങ്ങൾ നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പാർട്ടിയാണ്. ചെറിയാനെതിരെ MM മണി മത്സ്യവിത്ത് ഫാം ഉദ്ഘാടനത്തിന് മന്ത്രി നേരിട്ടെത്താത്തതിനാലാണ് MM മണി പ്രകോപിതനായത്. ക്ഷുഭിതനായ MLA പ്രസംഗിക്കാതെ വേദി വിട്ടു. മന്ത്രിയാണെങ്കിലും ഒരുമാതിരി പണി കാണിക്കരുതെന്ന് മണി പറഞ്ഞു. ഞാനിങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞാലോ, പിന്നെ ഞങ്ങളുടെയൊക്കെ എന്തിനാ മെനക്കെടുത്തിയത്? ഞാൻ പറയാം, അയാൾ അവിടെ നിന്നുണ്ടാക്കേണ്ട കാര്യമുണ്ട്. അത് ഈ രാജായും ഞാനും കൂടെ പോലെ ഇത് വിവരണം ചെയ്യാം. ഇത് കുളിച്ചില്ലെങ്കിലും കോണം കിടപ്പുറത്ത് കിടക്കണം. തിരുവനന്തപുരത്ത് ഇതൊന്നും ഉണ്ടാക്കാൻ മെനക്കെടാൻ നമ്മൾ ഡീസൽ മേടിച്ച കട്ടപ്പൊട്ടിപ്പിള്ള മേലാൽ എന്നെ ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധിക്കില്ല. എന്റെ ഭാഷയെ പറഞ്ഞാൽ ഞാൻ വേറെ വല്ലതും പറയും. അത് ഞാൻ പറയുന്നില്ല. ഈ സദസ്സായ ഒരു മനുഷ്യനെ മെനക്കെടുക്കുന്ന പണി. ഫിഷറീസ് വകുപ്പ് ഇടുക്കി ജില്ല ചെങ്കുളം മത്തി സ്പെഷ്യൽ ഫിഷ് സീഡ് ഉദ്ഘാടനം സജി ചെറിയാൻ ഡി ഗുരിയക്കോ. എന്റെ ജോലി എന്താ? മുഖ്യ അതിഥിയായി ഞാൻ അഭിവാദ്യ പ്രസംഗം നടത്തിയായിട്ട് അവസാനിപ്പിക്കും. ഫിഷറീസ് വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ചെങ്കുളത്ത് നിർമ്മിച്ച മൾട്ടി സ്പീഷ്യൽ മത്സ്യവിത്ത് ഫാമിന്റെ ഉദ്ഘാടനം അല്പം മുമ്പാണ് ചെങ്കുളത്ത് വെച്ച് നടന്നത്. ഇതിൽ മന്ത്രി സജി ചെറിയാൻ നേരിട്ടെത്തി ഉദ്ഘാടനം നിർവഹിക്കുമെന്നായിരുന്നു ആദ്യമേ അറിയിച്ചത്. അങ്ങനെ തന്നെയാണ് സർക്കാരിൽ നിന്ന് അറിയിപ്പൊക്കെ വന്നത്. പക്ഷേ ഈ ഒരു പരിപാടിയുടെ സമയത്ത് സജി ചെറിയാൻ എത്തുന്നില്ല എന്ന് പിന്നീട് അറിയിക്കുകയായിരുന്നു. അതിനുശേഷം തിരുവനന്തപുരത്ത് നിന്ന് ഓൺലൈനായാണ് മന്ത്രി ഉദ്ഘാടനം നടത്തിയത്. ഇതിനെതിരെയാണ് ഇപ്പോൾ MM മണിയുടെ ഭാഗത്തു നിന്നും അതിരൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നിരിക്കുന്നത്. അദ്ദേഹം വേദിയിൽ പ്രസംഗിക്കുന്നതിനായി കയറുകയും അതിനുശേഷം ഇത്തരത്തിലുള്ള പ്രതികരണം നടത്തുകയുമായിരുന്നു. ഈ രാജ, ദേവികുളം MLA രാജ, അതോടൊപ്പം ഉടുമ്പൻചോല MLA ആയിട്ടുള്ള MM മണി, ഇവർക്ക് രണ്ടുപേർക്കും ഇതിലേക്ക് ക്ഷണമുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും ഈ വേദിയിൽ ഉണ്ടായിരുന്നു. ഈ സമയത്താണ് ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം MM മണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇതിന്റെ ഒരു രത്നം ചുരുക്കം ഇങ്ങനെയാണ്: ഒരുമാതിരി പണി മന്ത്രിയാണെങ്കിലും കാണിക്കരുത്, താൻ ഇങ്ങനെ പറഞ്ഞെന്ന് അവിടെ അറിയിക്കണം. അതോടൊപ്പം തന്നെ ഞങ്ങളെ മെനക്കെടുത്തുകയാണ് ചെയ്തിരുന്നത്. തിരുവനന്തപുരത്തിരുന്ന് ഉദ്ഘാടനം ചെയ്യാനാണെങ്കിൽ താനും രാജയും ഒക്കെ എന്തിനാണ് ഇവിടേക്ക് വന്നത്? അതോടൊപ്പം തന്നെ ഡീസൽ അടിച്ച് നമ്മളിങ്ങനെ വാഹനത്തിൽ പുറകെ നടക്കേണ്ട കാര്യമുണ്ടോ? മേലാൽ തന്നെ ഇത്തരത്തിലുള്ള പരിപാടികൾക്ക് ക്ഷണിക്കരുത് എന്നുള്ളൊരു അഭിപ്രായമാണ് MM മണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. ഉടുമ്പൻചോല മണ്ഡലത്തിൽ പ്രത്യേകിച്ച് പാർട്ടി MM മണിയെ പരിഗണിക്കാതിരിക്കുന്ന സാഹചര്യമുണ്ട്. അതിലൊരു അതൃപ്തി പരസ്യമായി തന്നെ CPMന്റെ ഭാഗത്തു നിന്നും പലയിടത്തു നിന്നും പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒക്കെ ഉടുമ്പൻചോല മണ്ഡലത്തിൽ ഉയരുന്ന സാഹചര്യമാണ്. ഈ സാഹചര്യത്തിലാണ് MM മണിയുടെ ഭാഗത്തു നിന്നും സംസ്ഥാനത്തെ ഒരു മന്ത്രിക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണവും വരുന്നത് എന്നുള്ളതും പ്രസക്തമാണ്.